ഹായ് ഹലോ. നമ്മൾ കുറേ ദിവസമായി ഒന്ന് വൈകിട്ട് അമ്മേൻ്റെ അടുത്ത് പോകണമെന്ന് ഇങ്ങനെ പറയുന്നത്. അമ്മ കുറേ ദിവസമായി വിളിക്കുന്നു. അപ്പോൾ എന്തിനാണ് വിളിച്ചത് വെച്ചാൽ അവിടെ അമ്മ നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ട്, മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ട്, അത് കഴിക്കാനും പിന്നെ അമ്മേൻ്റെ കൃഷി, അമ്മ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഓരോ കൃഷികളുണ്ട്, അതൊക്കെ കാണാനുമാണ്. ചെടികളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുമാണ് അമ്മ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ ഞാനും മോളും കൂടെ ഒരു ദിവസം വൈകിട്ട് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ അവിടെ പച്ചമുളകും ചീരാമുളകും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറിച്ചു കൊണ്ടുപോയിക്കോ. പിന്നെ ബീട്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. ബീട്രൂട്ട് അമ്മ ഇതിൻ്റെ മുമ്പൊക്കെ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് ബീട്രൂട്ട് ഉണ്ടായപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വിളിച്ചത്. പിന്നെ കൂർക്കലുണ്ട്, മത്തൻ, ഇളവൻ, എല്ലാ സാധനവും, കയ്പ, തക്കാളി ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളീൻ്റെ മുകളിൽ ഒരുപാട് കായ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന്, പിന്നെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും എടുത്ത് മാറ്റാനും ഒന്നും കഴിയൊന്നുമില്ല. അതുകൊണ്ട് ഒരാളും കൂടെ വേണം. അപ്പോൾ ഈ ഒന്ന് വന്ന് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിരുന്നു. കൂർക്കലുണ്ടായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി എല്ലാ കൂർക്കലിൻ്റെ ഗ്രോ ബാഗൊക്കെ ഞാൻ തട്ടി തെറിപ്പിച്ച്. മോള് പറഞ്ഞ് 2 കിലോ കൂർക്കലുണ്ടാവുന്നില്ല, അത്രയൊന്നുമില്ല, കുറച്ച് കിട്ടിയിട്ടുള്ളൂ, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഗ്രോ ബാഗൊക്കെ തട്ടി കൂർക്കലൊക്കെ എടുത്ത്. ബീട്രൂട്ട് ആയിട്ടില്ല കേട്ടോ, ബീട്രൂട്ട് എടുക്കാൻ കുറച്ചും കൂടെ സമയം വേണം. അപ്പോൾ അത് അവിടെ വെച്ച്, പിന്നെ ചീരാമുളകും പച്ചമുളകും ഒക്കെ പറിച്ച്. ചീര ഉണ്ടായിരുന്നു, പച്ചച്ചീരയും ചുവന്ന ചീരയും ഉണ്ടായിരുന്നു, അതും പറിച്ച്. കുറച്ച് കയ്പ ഉണ്ടായിരുന്നു. കയ്പ പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, ഇവിടെ ആരും കയ്പ കഴിക്കൂല, അത് അമ്മയ്ക്ക് അവിടെ തന്നെ കൊടുത്ത്. പിന്നെ വീട്ടിൽ പോയാൽ റെസ്റ്റാണ് മെയിൻ. അപ്പോൾ വൈകുന്നേരം പോയത് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് BP നോക്കണം എന്ന് പറഞ്ഞ്, അപ്പോൾ നീനു BP ഒക്കെ നോക്കി കൊടുത്ത്. പിന്നെ അച്ഛന് BP നോക്കണം, അപ്പോൾ അച്ഛനും BP നോക്കി. അത് കഴിഞ്ഞേരം ഞങ്ങൾ രണ്ടാളും വൈകുന്നേരം ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. നോന് വീട്ടിലൊറ്റയ്ക്കായിരുന്നു, അപ്പോൾ ഞങ്ങൾ വേഗം പോന്നു.